പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? എങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? എൻ്റെ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. സങ്കീർത്തനങ്ങൾ 59:1. എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ആമയുടെ പേരെന്താ? ജെയ്നീസ സിനോജ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പോട്ട. മീനിന്റെ പേരെന്താ? സെറൻമേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളഞ്ചിറ കാട്ടീന്ന്. കീരിക്കുട്ടന്റെയോ? ഡാനിയൽ സണ്ണി. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളഞ്ചിറ. തത്തമ്മയുടെ പേരെന്താ? മെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് യേശു പറഞ്ഞ ഒരു ഉപമയെ പറ്റി കേട്ടാലോ? ഒരിക്കൽ യേശുവിന് ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങളോട് യേശു ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുകയായിരുന്നു. തന്റെ ചുറ്റും കൂടിയിരുന്ന ആളുകളിൽ കൂടുതൽ ആളുകളും കൃഷിക്കാരായിരുന്നു. അപ്പോൾ അവരോട് ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചപ്പോൾ അതിലൊരാൾ യേശുവിനോട് ചോദിച്ചു, ദൈവരാജ്യം എങ്ങനെയിരിക്കും? അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെയാണ്. ആ നിധി നാം ഓരോരുത്തരും കണ്ടെത്തണം. നമ്മുടെ ഹൃദയമാണ് ആ വയൽ. ആ ഹൃദയത്തിനുള്ളിൽ നിധി ഉണ്ടായിരിക്കും. ആ നിധി നാം ഓരോരുത്തരും കണ്ടെത്തണം. ആ നിധി നാം ജനിക്കുന്നതിന് മുൻപേ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നീട് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിനായി യേശു ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആ ഉപമ ഇതായിരുന്നു. ഒരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ വളരെ അധ്വാനിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തൻ്റെ വയലിൽ കൃഷിപ്പണിക്കായി പോവുകയും അതിൽ നിന്ന് സമ്പാദിക്കുകയും അതുപോലെ ആ സമ്പാദ്യത്തിൽ നിന്ന് അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്നു. ആ കൃഷിക്കാരന് 4 മടിയന്മാരായ ആൺമക്കൾ ഉണ്ടായിരുന്നു. അവർ വൻ മടിയന്മാരായിരുന്നു. ഒരു ജോലിയും ചെയ്യുകയില്ല. പിതാവിനെ ഒരിറ്റുപോലും സഹായിക്കുകയുമില്ല. പിതാവ് ഉണ്ടാക്കുന്നതിൽ നിന്നും സുഖമായി ജീവിക്കാമെന്നായിരുന്നു ആ 4 മടിയന്മാരുടെയും ആശ. അങ്ങനെയിരിക്കെ ഒരു നാൾ ഈ കൃഷിക്കാരന് വയ്യാതാവുകയും മരണം അടുത്തെത്തുകയും ചെയ്തു. അപ്പോൾ കൃഷിക്കാരന് വല്ലാത്ത പേടിയായി. താൻ മരിച്ചു കഴിയുമ്പം തൻ്റെ മക്കൾ എന്ത് ചെയ്യും? അവർ സമ്പാദിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവരെങ്ങനെയാണ് തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്ന് പിതാവിന് വലിയ ആശങ്കയായി. അപ്പോൾ അവർക്ക് ഒരു പാഠം പഠിപ്പിക്കാമെന്ന് കരുതി പിതാവ് അവരോട് ഒരു കഥ പറയുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മരണക്കിടക്കയിൽ കടന്ന പിതാവ് തൻ്റെ 4 മക്കളെയും അടുത്തു വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ മടിയന്മാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ മരിച്ചാലും കഷ്ടപ്പെടുകയില്ലെന്നും അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി ഇനി നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മടിയന്മാരായ 4 മക്കൾക്കും വളരെയധികം സന്തോഷമായി. അവർ പിതാവിനോട് ചോദിച്ചു, എന്താണ് അങ്ങ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാണ് അങ്ങ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ പിതാവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് വയലിലുണ്ട്. പക്ഷേ ഈ വയലിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിധി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആരോടും പറയുവാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിധി നഷ്ടമാകും. ഇത്രയും പറഞ്ഞതും പിതാവ് മരണമടഞ്ഞു. ആ നിധി വയലിൽ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് മക്കൾക്ക് അറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ആ 4 മക്കളും വയലിലേക്ക് പോയി. രാവും പകലും എല്ലാം അവർ ആ വയലിൽ തന്നെ കഠിനാധ്വാനം ചെയ്തു. എന്തിനായിരിക്കും? അവർക്ക് ആ നിധി എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയണം, അല്ലേ? ഒരിക്കലും ഇല്ലാത്തതുപോലെ ഈ 4 മക്കളും വയലിൽ പണിയുന്നത് കണ്ട് അവിടെയുള്ള ആളുകളെല്ലാം അവരോട് ചോദിക്കുവാൻ തുടങ്ങി, പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഈ വയലിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത്? പക്ഷേ അവരാരും എന്തിനാണ് തങ്ങൾ ഇങ്ങനെ കടന്ന് വയലിൽ പണിയുന്നതെന്ന് അവരോട് പറയുവാൻ പോയില്ല. എന്തുകൊണ്ടാണ്? ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ തങ്ങൾക്ക് നിധി നഷ്ടമാകുമെന്ന് അവർക്കറിയാമായിരുന്നു, അല്ലേ? അതുകൊണ്ട് അവർ ആരോടും ഇങ്ങനെയൊരു നിധി ഈ വയലിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞില്ല.
അവർ അങ്ങനെ ആ വയൽ മുഴുവൻ കിളച്ചു. പക്ഷെ എന്നിട്ടും അവർക്ക് ആ നിധി കിട്ടിയില്ല. അപ്പോഴേക്കും അവരുടെ മടിയെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരന്മാരിൽ ഒരുവൻ എല്ലാവരോടുമായി പറഞ്ഞു, ഏതായാലും നമുക്ക് നിധിയൊന്നും കിട്ടിയില്ല, എങ്കിൽ പിന്നെ ഈ കിളച്ച മണ്ണിൽ നമുക്ക് വിത്തുപാകാം. അങ്ങനെ അവരെല്ലാവരും കൂടി ആ കിളച്ച മണ്ണിൽ വിത്തുപാകി. ആ വിത്ത് വളർന്ന് വിളവെടുക്കാറായപ്പോൾ അവർക്ക് 100 മേനി ഫലവും ആ വിളവിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ അവരുടെ മടിയും മാറി. അതുപോലെ തന്നെ അവർക്ക് ആ വയലിൽ നിന്ന് 100 മേനി ഫലവും കിട്ടി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അതെ, പരിശ്രമിച്ചാൽ നമുക്ക് വിജയം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓരോ കാര്യവും നാം കണ്ടെത്തുവാനും ശ്രമിക്കണം. കൂട്ടുകാരെ, ഇന്ന് പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല മെസ്സേജുള്ള കഥയല്ലേ പുള്ളിമാൻ പറഞ്ഞത്? കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാർ ആരൊക്കെയാന്ന് നോക്കിയാലോ? ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. കൂട്ടുകാരെ, നമുക്കൊരു സുഹൃത ജപം കാണാതെ പഠിച്ചാലോ? എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, എനിക്ക് ഉത്തരം അരുളണമേ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ലേ? എങ്കിൽ നമുക്ക് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? ഹായ് കൂട്ടുകാരെ, നമുക്കൊരു സ്റ്റോൺ ആർട്ട് ചെയ്യാൻ പഠിച്ചാലോ? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് നല്ലൊരു സ്റ്റോൺ ആണ്. പിന്നെ സ്കെച്ച്, 2 കണ്ണുകൾ, ഗ്ലൂ. ഇത്രയുമാണ് നമുക്ക് സ്റ്റോൺ ആർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? ആദ്യമായി നമുക്ക് ഈ സ്റ്റോണിന് പെയിന്റ് കൊടുക്കാം. ഞാനിവിടെ പീച്ച് കളറിലുള്ള സ്കെച്ച് പെനാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇനി നമുക്കിതിന് കണ്ണു കൊടുക്കാം. ചെവി വരയ്ക്കാം. ഇനി നമുക്ക് ഈ സ്റ്റോണിന് വായ കൊടുക്കാം. അടുത്തതായി നമുക്ക് പുരുകം കൊടുക്കാം. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോൺ ആർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. കൂട്ടുകാരെ, ഞാൻ സ്റ്റോണിൽ ചെയ്ത പട്ടിക്കുട്ടനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എത്ര ഈസി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണേ.
ഇന്നത്തെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഇന്ന് ആരായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കൂട്ടുകാരെ, ഇന്ന് ആരായിരിക്കും കളിയരങ്ങിൽ വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ, സ്വർഗം പാകം ചെയ്തപ്പമിതാ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ, സ്വർഗം പാകം ചെയ്തപ്പമിതാ. കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം, കാണുന്നു
ഏദനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, കാൽവരി ചൂട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയേ, സേറാഫുകളൊന്ന് യേശയ്യാ കേകിയ സ്വർഗീയ തീക്കനലല്ലോ, മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകളാൽ എന്നാവിലെത്തും കുർബാന. ഹല്ലേലൂയ പാടാം നാഥാ, ഈശോ നിന്നെ വാഴ്ത്താം. ഉഷാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ, സ്വർഗം പാകം ചെയ്ത അപ്പമിതാ, കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം, കാണുന്നു ഓസ്തിയിൽ നാഥന്റെ സ്നേഹം. ഹല്ലേലൂയ പാടാം നാഥാ, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാഥാ, ഈശോ നിന്നെ വാഴ്ത്താം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കളിയരങ്ങ് ഇഷ്ടമായോ? നിങ്ങൾക്കും കളിയരങ്ങിൽ പങ്കെടുക്കാം കേട്ടോ. എന്നാൽ നമുക്കൊരു വിശുദ്ധ വചനം കാണാതെ പഠിച്ചാലോ? ക്ഷമയാണ് എല്ലാ സുഹൃത്തുക്കളുടെയും തായ്വേരും സംരക്ഷകനും. വിശുദ്ധ ഗ്രീഗറി. കൂട്ടുകാരെ, നമ്മുടെ ഉണ്ണീശോയ്ക്ക് ഇന്ന് നമ്മോട് എന്തായിരിക്കും പറയാനുണ്ടായിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? പരമപിതാവായ ദൈവത്തിനു സ്തുതി. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരമപിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ലേ? എങ്കിലിനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കൂട്ടുകാരെ. എന്താണെന്നോ, നിങ്ങൾ എന്നും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? ചിലരൊക്കെ പ്രാർത്ഥിക്കാറില്ലല്ലോ. അത് ഈ ഉണ്ണീശോയ്ക്ക് അറിയാട്ടോ. എങ്കിൽ നിങ്ങളിനി എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് പരമപിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അന്നേ ദിവസം അവിടുന്ന് തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയണം. യാതൊരുവിധ ആപത്തും കൂടാതെ കാത്തു പരിപാലിച്ചതിനും നന്ദി പറയണം. അങ്ങനെ എന്നും പിതാവായ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം ഉണ്ണീശോയുടെ കൂട്ടുകാർ. നിങ്ങളെല്ലാവരും ഇനി മുതൽ മറക്കാതെ കിടക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കുമോ? നല്ലൊരു ഉറക്കം ലഭിക്കാനും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാതിരിക്കാനും പ്രാർത്ഥന കൂടിയേ തീരൂ കൂട്ടുകാരെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? പരമപിതാവായ ദൈവത്തിന് സ്തുതി. കൂട്ടുകാരെ, ഉണ്ണീശോ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? തീർച്ചയായും ഉണ്ണീശോ പറഞ്ഞ പോലെ ചെയ്യണേ. കൂട്ടുകാരെ, ഈ ആഴ്ച കളിമുറ്റത്തിൽ ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും പാട്ടുകൾ പാടാനും കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimuttmgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും.
Till then, bye.